ഒരുത്തിയാണെങ്കിൽ സ്വന്തം കുഞ്ഞിനെ അപ്പുറത്തെ പറമ്പിലേക്ക് എറിഞ്ഞു, മറ്റൊരുത്തിയാണെങ്കിൽ സ്വന്തം കുഞ്ഞിനെ എന്തോ ചെയ്യുന്നറിയുമോ, കുഴി കുത്തി മൂടി. രണ്ടുപേരും ചെയ്തിരിക്കുന്ന ഒരേ പ്രവൃത്തിയാണ്. പക്ഷെ അതിലല്ല അത്ഭുതം. ഈ 10 മാസക്കാലം ഈ ഗർഭം ഒരു മനുഷ്യൻ പോലും അറിയാതെ ഇവർ കൊണ്ടുവരുന്ന പാട് ചെറുതല്ല. ഈ രണ്ടുപേരും തൃശ്ശൂർക്കാരത്തെയും പത്തനംതിട്ടക്കാരത്തെയും ഉപയോഗിച്ചത് ഒരേ മാർഗമായിരുന്നു. സ്വന്തം അമ്മ പോലും അറിഞ്ഞില്ലെന്നേ. എന്നാലോചിച്ച് നോക്ക്, സ്വന്തം അമ്മയ്ക്ക് അറിയാമല്ലോ മക്കളുടെ ഓരോ ചലനവും. പക്ഷെ അമ്മയുടെ കണ്ണ് പോലും വെട്ടിച്ചുകൊണ്ട് ഈ രണ്ട് പെൺകുട്ടികളും കാണിച്ചത് ഭയങ്കര തന്ത്രമായിപ്പോയി. എങ്ങനെയായിരിക്കും ഒരു മനുഷ്യനെ ശ്രദ്ധ പോലും പെടാതെ ഈ ഗർഭം ഇവർ മറച്ചു വെച്ചത്? സിനിമാ കഥയെ പോലും വെല്ലുന്ന ആ സംഭവ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. രാത്രി ഒരു 12:30 കഴിഞ്ഞാണ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു യുവാവ് ഓടിക്കേറി വരികയാണ്. അവൻ്റെ കയ്യിൽ ഒരു കവറുണ്ട്. വന്നപാടെ അവൻ പോലീസിനെ നോക്കി പറയുകയാണ്, സാറേ ഈ കവറിനകത്ത് ഒരു സാധനമുണ്ട്. എന്തുവാടാ താൻ എന്തുവാ? സാറേ ഈ കവറിനകത്ത് എൻ്റെ 2 കുട്ടികളുണ്ട്. കേട്ടവർ ആരായാലും ചിരിച്ചു പോകത്തില്ലേ? ഈ കവറിനകത്ത് കുട്ടികളുണ്ടോ? കരച്ചിലൊന്നും കേൾക്കുന്നില്ലോടാ എന്ന് പോലീസ് ചോദിച്ചു. ഉണ്ട് സാറേ. സാർ നോക്കിയേ എന്നും പറഞ്ഞ് ഈ കവർ ഇവൻ തുറന്ന് കാണിക്കുകയാണ്. പോലീസുകാർ ആ കവറിലേക്ക് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്താ? കുറേ എല്ലും കഷ്ണങ്ങൾ. ഡേ നീ ഇതിൽ വെള്ളം അടിച്ചിട്ടുണ്ടാ? ശരിയാണ്, അവൻ നല്ല ഫിറ്റാണ്. എങ്കിലും അവൻ പറയുന്ന കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. സാറേ ഇത് സത്യം പറയുന്നത്, ഞാൻ കള്ളം പറയുമല്ലോ, ഫിറ്റാണെന്നൊക്കെ സത്യമാണ്. പക്ഷേ എൻ്റെ 2 കുഞ്ഞുങ്ങളുടെ ശരീരഭാഗങ്ങളാണ് ഈ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പോലീസിന് അപ്പോൾ ഒരു പന്തികേട് തോന്നിയാണ്. അവൻ ഈ സമയത്ത് ഓടിക്കയറി വരാനും ഈ ഒരു സംഭവം പോലീസിന് മുമ്പിൽ അവതരിപ്പിക്കണമെങ്കിൽ അതിനൊരു കാര്യം കാണും. ഡേ നീ കാര്യം പറയാം, എന്താ സംഭവിച്ചിരിക്കുന്നത്? അവൻ ആ കാര്യം പറയുകയാണ്. ഈ എല്ലും കഷ്ണങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളുടേതാണ്. കൊന്നിരിക്കുന്നത് എൻ്റെ കാമുകയാണ്. പേര് അനീഷ. അവളിപ്പോൾ എവിടെ ഉണ്ടാ? പോലീസ് ചോദിച്ചു. അവളവിടെ വീട്ടിൽ തന്നെ ഉണ്ട് സാറേ എന്ന് പറഞ്ഞു. അങ്ങനെ ആ രാത്രിയോടെ അവൻ പറഞ്ഞതനുസരിച്ച് പോലീസ് വാഹനം നേരെ അനീഷയുടെ വീട്ടിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ഒന്നും അറിയാത്ത മട്ടിൽ അവൾ ഇരിക്കുവാണ്. പക്ഷേ പോലീസ് ഒന്നും സംസാരിച്ചില്ല അവളോട്. അവളെയും കൂട്ടിക്കൊണ്ട് നേരെ ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ്. അവളവിടെ കാണുന്ന കാഴ്ച എന്തായിരിക്കും? കാമുകൻ ഒരു സഞ്ചിയും കൊണ്ട് നിൽക്കുവാണ്. അവൾക്ക് പിന്നെ പറഞ്ഞില്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ ആ സംഭവം പറയുകയാണ്. അവൾ ആദ്യമൊക്കെ നിഷേധിക്കാൻ ശ്രമിച്ചു കേട്ടോ, ഞാനല്ല കൊന്നിരിക്കുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളല്ല, അവൻ കള്ളം പറയുമെന്നൊക്കെ പറഞ്ഞ് കുറേ തറവേലൊക്കെ കാണിച്ചു. പോലീസല്ലേ പിടിച്ച പിടിയാൽ ആ സത്യം മുഴുവൻ ആ രാത്രിയോട് തെളിയിക്കുകയാണ്. അങ്ങനെ അവൾ ആ സത്യം തുറന്നു പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ രാത്രിയിൽ അവൻ എന്തിനു വേണ്ടിയായിരിക്കാം ഈ തെളിവുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്നത്? അത്രത്തോളം വൈരാഗ്യം കാമുകിയോട് തോന്നാനുള്ള കാരണം എന്താണ് അല്ലേ? ഒരു ഭയങ്കര പ്രതികാരമാണ് അവൻ അന്ന് രാത്രി വീട്ടിയത്. നമുക്ക് ആദ്യം അനീഷയിലേക്ക് വരാം. അനീഷയ്ക്ക് അന്ന് 18 വയസ്സാണ്. ഒരമ്മയുണ്ട്, അച്ഛൻ മരിച്ചുപോയി. പിന്നെയുള്ളത് മൂത്ത സഹോദരനാണ്. അയാൾക്ക് വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. ഒരു പാവപ്പെട്ട കുടുംബമാണ്. അമ്മയാണെങ്കിൽ കൂലിവേല ചെയ്ത് വീട്ടുജോലിയൊക്കെ ചെയ്താണ് ഈ പെൺകൊച്ചിനെ പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിച്ച് ഇവിടെ ലാബ് ടെക്നീഷ്യനായി. അങ്ങനെ അവർക്ക് ചെറിയൊരു ജോലിയൊക്കെ ഉണ്ട്. ഈ പുള്ളിക്കാരി ഫേസ്ബുക്കിൽ ഭയങ്കര സജീവമാണ്. ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ ഫേസ്ബുക്ക്, മെസ്സഞ്ചർ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ചങ്ങാതികളെ കിട്ടുന്ന ഒരു സ്ഥലമാണല്ലോ. അങ്ങനെ ഇവക്ക് ഭവിൻ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടിനെ കിട്ടുകയാണ്. ആ ഫേസ്ബുക്ക് ഫ്രണ്ടും ഈ ഫേസ്ബുക്ക് ഫ്രണ്ടും തമ്മിൽ മുടിഞ്ഞ പ്രണയമായി. അങ്ങോട്ട് ലൈക്ക് ഇടുന്നു, ഇങ്ങോട്ട് ലൈക്ക് ഇടുന്നു, അങ്ങനെ ലൈക്കോട് ലൈക്ക്. ചുരുക്കി പറഞ്ഞാൽ അത് പ്രണയത്തിലേക്ക് മാറുകയാണ്. ഇവൻ ആദ്യമേ തന്നെ പറഞ്ഞു, നമ്മുടെ പ്രേമം ദിവ്യമായ പ്രണയമാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്നുള്ള വാക്ക് ആദ്യമേ തന്നെ കൊടുക്കുകയാണ്. ആ പെണ്ണിൻ്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത മോഹം കുത്തിവെക്കുകയാണ്. ഇവൻ്റെ സൈഡാണെങ്കിൽ ഇവൻ അച്ഛനില്ല, അച്ഛൻ പിരിഞ്ഞു പോയിരിക്കുവാണ്. അമ്മയുണ്ട്, പിന്നെ അനുജത്തിയുണ്ട്. അമ്മയാണെങ്കിൽ ഒരു ആയുർവേദ ഹോസ്പിറ്റലിലെ താൽക്കാലിക ജീവനക്കാരിയാണ്. എന്ന് പറഞ്ഞാൽ ഈ അമ്മയും പോവും, ആ അമ്മയും പോവും. 2 വീടും പകൽ സമയത്ത് കാലിയാണ്. എന്ന് പറഞ്ഞാൽ വീട്ടിൽ ആരും കാണത്തില്ല. അങ്ങനെ ഇവരുടെ പ്രേമം മുന്നോട്ട് പോവുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ 2 വീട്ടിലും ആളില്ലാത്തത് കൊണ്ട് ഒന്നുകിൽ അനീഷ ഇവൻ്റെ വീട്ടിലേക്ക് വരും, അല്ലെങ്കിൽ ഭവിൻ അവളുടെ വീട്ടിലേക്ക് പോകും. അങ്ങനെ ഇത് അറിയാലോ, വഴിവിട്ട രീതിയിലേക്ക് ഈ ബന്ധം പോവുകയാണ്. ലൈംഗികമായിട്ടൊക്കെ 2 പേരും ബന്ധപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ബന്ധപ്പെട്ട് ഒരു ദിവസം 2 പേരും ആ ഞെട്ടിക്കുന്ന സത്യം അറിയുകയാണ്. ഇവൾ ഗർഭിണിയായിരിക്കുന്നു. പുറത്തറിഞ്ഞ നാണക്കേടാണ്, വല്ലാത്തൊരു നാണം കെട്ട അവസ്ഥയല്ലേ. ഇവിടെ മുതൽ ഇവൾ ഒരു ഭയങ്കര നാടകം കളിക്കുകയാണ്. ഇതിലാണ് ഇവിടെ ഒരു കുബുദ്ധി എന്ന് പറയുന്നത്. വേണമെങ്കിൽ അമ്മയോട് പറയാമായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് അവനെ കല്യാണം കഴിക്കാമായിരുന്നു. പക്ഷെ കല്യാണത്തിനൊന്നും ശ്രമിക്കാതെ ഇത് ഒളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വളരെ ലൂസുള്ള വസ്ത്രം ധരിക്കുന്നു. മാത്രമല്ല ഇവൾക്ക് PCOD അസുഖമുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വണ്ണം വെക്കും, ഇടയ്ക്ക് ചൊട്ടും. ആ രീതിയിലായതുകൊണ്ട് ആരും അവളുടെ വണ്ണത്തെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഓരോ ദിവസം കഴിയുന്നവരും ഇവളുടെ ഗർഭത്തിന് വലിപ്പം കൂടി വരികയാണ്. അത് മറയ്ക്കാൻ വേണ്ടി അവൾ വളരെ അത് ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അമ്മയൊന്നും അറിയാൻ പാടില്ല. ഈ കുഞ്ഞിനെ കൊല്ലണം എന്നുള്ള വാശിയിൽ തന്നെയാണ് ഈ പെൺകുട്ടി. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശരീരം ഇളക്കുന്നു, ചെയ്യാൻ പാടില്ലാത്ത ജോലി ചെയ്യുന്നു. ഓട്ടോറിക്ഷയിൽ കല്ലും മണ്ണൊക്കെ നിറഞ്ഞ സ്ഥലത്തൂടെ ഇങ്ങനെ കുലുങ്ങി പോകുന്നു. എങ്ങനെയെങ്കിലും കുഞ്ഞിനെ കൊല്ലണം. അതുകൊണ്ട് തന്നെ ഈ യൂട്യൂബിലൊക്കെ നോക്കി ഒരുപാട് ജ്യൂസുകളൊക്കെ കുടിക്കുന്നുണ്ട്. എന്നാൽ കുഞ്ഞിനെ കൊല്ലാനുള്ള ജ്യൂസുകളൊക്കെ കുടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ 10ാം മാസം എത്തിയപ്പോൾ ഇവർക്ക് പ്രസവവേദന അനുഭവപ്പെടുകയാണ്. എന്നാൽ ആലോചിച്ച് നോക്കി, ഒരു പെൺകുട്ടിയും ചെയ്യാൻ മടിക്കുന്ന പ്രവർത്തിയാണ് ആ പെൺകുട്ടി ചെയ്യുന്നത്. അന്ന് പകൽ ഇവൾ പ്രസവിക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ഈ
പൊക്കിൾക്കൊടിയൊക്കെ ഇവള് തന്നെ അറുത്ത് മുറിച്ച് മാറ്റുകയാണ്, ചോരയെ കുളിച്ചു കിടക്കുകയാണ്. ഇവളെ അതൊന്നും അലട്ടിയില്ല. എന്നിട്ട് ഇവള് വളരെ കൂളായിട്ട് കുഞ്ഞിനെ നോക്കുമ്പോൾ കുഞ്ഞ് മരിച്ചു എന്നാണ് ഇവള് പറയുന്നത്. ആ മരിച്ച കുഞ്ഞിനെ എടുത്തുകൊണ്ട് തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥലത്തെടുത്ത് കുഴി കുത്തി അവിടെ കുഴിച്ചിടുകയാണ്. എന്നിട്ടൊന്നും ഇവക്ക് യാതൊരു ഭാവവ്യത്യാസമൊന്നുമില്ല. ഒരു വലിയ കാര്യം ചെയ്തതുപോലെയുള്ള പ്രതീതിയാണ് അവളുടെ മുഖത്ത്. ഈ സന്തോഷ വാർത്ത വിളിച്ച് കാമുവിനെ അറിയിക്കുന്നുണ്ട്. കാമുവിൻ ഹാപ്പി, അവള് ഹാപ്പി. എന്തുകൊണ്ടാണ്? ഈ വിവരം ആരും അറിഞ്ഞില്ല. അങ്ങനെ ഇവരുടെ ബന്ധം പൂർവാധ ശക്തിയോട് പിന്നെയും മുന്നോട്ട് പോവുകയാണ്. അവനിവിടെ വരുന്നു, ഇവിടെ അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ പിന്നെയും മാസങ്ങൾ വർഷങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ആ ഞെട്ടിക്കുന്ന സത്യം നമ്മൾ അറിയുന്നു. ഇവൾ വീണ്ടും ഗർഭിണിയായിരിക്കുന്നു. ഇതോടുകൂടി അവൾക്ക് ആകപ്പാടെ പൊല്ലാപ്പ. ഇനി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ആകപ്പാടെ പ്രശ്നമില്ലേ? വീണ്ടും പഴയതുപോലെ ഇവൾ അഭിനയിച്ചു തുടങ്ങുകയാണ്. വീണ്ടും വണ്ണം കൂട്ടുന്നു, വണ്ണം കുറയ്ക്കുന്നു, മറ്റേ ജ്യൂസ് കഴിക്കുന്നു, ഈ കുഞ്ഞിനെ കൊല്ലുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. അങ്ങനെ ഇവൾ വീണ്ടും പ്രസവിക്കുന്നു ഒരു ആൺകുട്ടിയെ. ആദ്യത്തെ ആൺകുട്ടിയായിരുന്നു കേട്ടോ. ഈ ആൺകുട്ടി പക്ഷേ മരിച്ചില്ല. ഈ കുഞ്ഞിനെ ഇവള് കരച്ചിൽ വന്നപ്പോൾ തന്നെ കഴുത്ത് അല്ലെങ്കിൽ വാ മുറുക്കി പിടിച്ച് കുഞ്ഞിനെ കൊല്ലുകയാണ്. കുഞ്ഞ് മരിച്ചു. പകൽ സമയത്ത് സംഭവം നടക്കുന്നത്, വീട്ടിൽ ആരും ഇല്ലല്ലോ. എന്നിട്ട് ഇവിടെ ചെയ്ത പണി എന്താ അറിയാമോ? ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നമ്മുടെ ഡ്രസ്സൊക്കെ എടുത്ത് കവറിനകത്ത് കിട്ടത്തില്ലേ, അതുപോലെ കവറിലാക്കിയിട്ട് ഇവക്കൊരു സ്കൂട്ടറുണ്ട്. ആ സ്കൂട്ടറിന് മുമ്പിൽ വെച്ച് കെട്ടിക്കൊണ്ട് നേരെ കാമുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആലോചിച്ച്, പ്രസവിച്ചിട്ട് അധികം മണിക്കൂറുകൾ പോലും ആയിട്ടില്ല. ഇതൊക്കെ എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല കേട്ടോ. ഇവിടെ വളരെ കൂളായിട്ട് ആ സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ആ കുഞ്ഞിനെയും തൂക്കി ഇട്ടുകൊണ്ട് ഇങ്ങനെ കാമുവിൻ്റെ അവിടെ ചെന്നിട്ട് കാമുവിൻ്റെ പറയുകയാണ്, ചേട്ടാ സംഭവമൊക്കെ ഓക്കെയാണ്, ഇനി ചേട്ടൻ്റെ ഡ്യൂട്ടിയാണ്, ഇങ്ങനെ മറവ് ചെയ്തോളം പറയുന്നു. അങ്ങനെ ബവിൻ എന്ന് പറയുന്ന ആ കാമുകൻ ചെയ്ത പണി എന്താണെന്ന് അറിയാമോ? ആ ജീവനിൽ കിടക്കുന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് തൊട്ടപ്പുറത്ത് അവൻ്റെ വീടിനോട് ചേർന്ന് ഒരു പുഴ ഒഴുകുന്നുണ്ട്. പുഴ എന്ന് പറഞ്ഞാൽ ചെറിയൊരു അരുവി. അവിടെ കുഴി മാന്തി, അന്ന് വെള്ളമില്ല കേട്ടോ, കുഴിയൊക്കെ മാന്തി ആ കുഞ്ഞിനെ അവിടെ കുഴിച്ചിടുകയാണ്. എന്നിട്ട് രണ്ടുപേരും ടാറ്റ കൊടുക്കുന്നു, രണ്ടുപേരും രണ്ട് വഴിക്ക് പിരിഞ്ഞു. അതുകൊണ്ടും തീർന്നില്ല, രണ്ട് മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. കാമുകിനെ അലട്ടിയില്ല, കാമുകിയെ അലട്ടിയില്ല, കാമുകി എന്ന് പറയാൻ അമ്മയെ അലട്ടിയില്ല. രണ്ടുപേരും പൂർവാധിക ശക്തിയോടെ ആ ബന്ധം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിനിടയ്ക്ക് സൂത്രക്കാരനായ അതികൗശലക്കാരനായിട്ടുള്ള ആ കാമുകൻ വിദഗ്ധമായിട്ടൊരു പണി ഒപ്പിക്കുകയാണ്. ആദ്യത്തെ കുഞ്ഞ് മരിച്ച് 8-ാം മാസം അവളോട് പറയുകയാണ്, ഒരു കാര്യം ചെയ്യാമോ, ഈ കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ ഭൂമിയിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മോക്ഷം കിട്ടത്തില്ല. അതുകൊണ്ട് ആ കുഞ്ഞിൻ്റെ എല്ലും കഷ്ണങ്ങൾ പറക്കിക്കൊണ്ടുപോവാ, നമുക്ക് കൊണ്ടത് യഥാവധി അതിനെ അടക്കം ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ആ കാമുകിയെ കൊണ്ട് തന്നെ ആ എല്ലും കഷ്ണം മാന്തി എടുക്കുകയാണ് ആദ്യത്തെ കുഞ്ഞിൻ്റെ. അങ്ങനെ ആ എല്ലും കഷ്ണം ഇവൻ ശേഖരിച്ച് വെക്കുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ ആയല്ലോ, രണ്ടാമത്തത് അവൻ തന്നെ മാന്തിയെടുത്ത് അവൻ്റെ കട്ടിൻ്റെ കീഴിൽ സൂക്ഷിച്ച് വെക്കുകയാണ് ഭദ്രമായിട്ട്. അതവിടെ നിൽക്കട്ടെ, അങ്ങനെ ഇരിക്കട്ടെ കട്ടിൻ്റെ കീഴെടുത്ത്. ഇതിനിടയ്ക്ക് ഇവനാണെങ്കിൽ മൊത്തത്തിൽ അലസനാണ്. ആരാ? ഈ ബവിൻ. ജോലിക്ക് പോകത്തില്ല, IT ഒക്കെ പഠിച്ചാണ്, ഒരു പണിക്ക് നിൽക്കത്തില്ല, പല സ്ഥലത്ത് പോയിട്ടും ജോലിയോട് താല്പര്യമില്ല. അവൻ ആകപ്പാടെ താല്പര്യം എന്തിലാ? അനീഷയുടെ ശരീരത്തിൽ മാത്രമാണ്. അതിനവൻ സമയം കണ്ടെത്തുന്നു, അതൊരു ജോലിയായിട്ട് തന്നെ അവൻ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അനീഷയ്ക്ക് ഇവനുള്ള താല്പര്യം കുറയുകയാണ്. ഇവൻ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ, ജീവിക്കുന്നത് എങ്ങനെയാണെന്നുള്ള രീതിയിലേക്ക് ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട് അവൻ നന്നാവുന്ന ഒരു ലക്ഷണം പോലും ഇല്ല. അങ്ങനെ ഇവള് പുതിയ ഒരു സുഹൃത്തിനെ എവിടുന്ന് കണ്ടുപിടിക്കുന്നത്? ഫേസ്ബുക്കിൽ നിന്ന് പൊക്കിയെടുക്കുകയാണ്. അവനാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലിയുണ്ട്, അക്കൗണ്ടൻ്റാണ്, അവൻ മതി, മറ്റതൊക്കെ കളയാൻ. അങ്ങനെ ഇവനെ ഒഴിവാക്കാനുള്ള തന്ത്രമാണ് ഇവൾ പയറ്റുന്നത്. ഫോൺ എടുക്കുന്നില്ല, ബിസിയാണെന്ന് പറയുന്നു. അങ്ങനെ പല വിധത്തിൽ ഇവനെ അകറ്റുകയാണ്. ഇപ്പോൾ മറ്റൊരു ഫോൺ കൂടി ഇവൾ സംഘടിപ്പിച്ചു. ആ ഫോണിലാണ് മറ്റവനെ വിളിക്കുന്നത്. ഇടയ്ക്ക് ഇവൻ മദ്യപിച്ചിരിക്കുന്ന ഏതോ സമയത്ത് ഇവളെ വിളിച്ചപ്പോൾ ഇവളുടെ ആദ്യത്തെ ഫോൺ രാത്രി 11 മണിക്കൊക്കെ നല്ല ബിസി. അപ്പോൾ അവന് സംഭവം മനസ്സിലായി, ഇവള് കൈവിട്ടുപോയി. ഒരുപാട് തവണ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ടും അവൾ വഴങ്ങുന്ന ലക്ഷണമൊന്നുമില്ല. ഭീഷണിപ്പെടുത്തി, അവൾ വഴങ്ങുന്നില്ല. അവസാനം ഇവൻ ആ സത്യം അറിയുകയാണ്. അവളുടെ കല്യാണം ഏകദേശം ഉറപ്പിച്ചിരിക്കുകയാണ്. ഏത് പയ്യനുമായിട്ട്? സൂപ്പർ മാർക്കറ്റിലെ പയ്യനുമായിട്ട് കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവളെ കിട്ടത്തില്ല. ഈ ശരീരത്തിൽ, അതായത് അനീഷയുടെ ശരീരത്തിൽ ഇവൻ അങ്ങ് ആകർഷണമായി പോയി എന്ന് വേണം പറയാൻ കേട്ടോ. അതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. അതില്ലാതെ അവൻ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ അവൻ രണ്ടും കൽപ്പിച്ച് ഒരു തവണ കൂടി വിളിക്കുന്നു, അവൾ കീഴടങ്ങുന്നില്ല. പിന്നെ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇനി ഒരിക്കലും നിന്നെ എനിക്ക് കിട്ടത്തില്ല, നിനക്ക് ഞാൻ പകരം, നീ എന്നെ തേച്ചു അല്ലേ, നിനക്ക് 8ൻ്റെ പണി വരുന്നു എന്നും പറഞ്ഞ് അന്ന് രാത്രി നല്ലതുപോലെ മദ്യപിക്കുന്നു. പഴയ ആ മറ്റേ സാധനം ഉണ്ടല്ലോ കട്ടിന് കീഴ്ത്ത് വെച്ചിരിക്കുന്ന ആ സാധനമെല്ലാം മാന്തി എടുക്കുന്നു, ആ കവറിനകത്താക്കുന്നു. നേരെ ഒരു ബൈക്കും എടുത്ത് നേരെ എവിടെ ചെല്ലുന്നു? നമ്മൾ ആദ്യം പറഞ്ഞ പുതുക്കാട് സ്റ്റേഷൻ എത്തുകയാണ്. എന്നിട്ട് ഈ കവർ തുറന്ന് കാണിക്കുന്നു, സാറേ 2 കുട്ടികളാണെന്ന് പറയുന്നു. സംഭവം ക്ലീൻ. അങ്ങനെ ഇവനെ പോലീസ് തപ്പിയെടുക്കുന്നു, കഥ മുഴുവൻ ചുരുള് അഴിക്കുന്നു. ഇവരത് വെളിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ലോകത്തൊരു മനുഷ്യനും ഈ നിമിഷം പോലും ആ സംഭവം അറിയത്തില്ലായിരുന്നല്ലേ. ഒരു കൊലപാതകം നടന്നത് 2021 എന്നിട്ട് 2024 രണ്ടാമത്തെ കൊലപാതകം നടക്കുന്നത്. ഇത്രയും വർഷം കാലം അവർക്കത് പൂഴ്ത്തി വെക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ലോകത്തൊരു മനുഷ്യനും അറിയാതെ അങ്ങനെ അങ്ങ് പോയേനെ. ആ പെൺകുട്ടി കാണിച്ച വലിയ മണ്ടത്തരമാണ് എന്ന് പറഞ്ഞ് അവനെ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു വലിയ മണ്ടത്തരമാണ് ഇതെല്ലാം തെളിയിക്കാൻ ഒരു കാരണമായി മാറിയത്. ഇതേപോലെ സംഭവമാണ് കഴിഞ്ഞ ആഴ്ച നടന്നത്. എവിടെയാ?
പത്തനംതിട്ട മെഴുവേലിയിൽ, അതും പ്രായപൂർത്തിയായി ഇങ്ങനെ തികഞ്ഞു വരുന്നൊരു പെണ്ണാണ്, 19 വയസ്സുള്ള പെൺകുട്ടിക്ക്. അത് 8ാം ക്ലാസ് മുതൽ തുടങ്ങിയ പ്രണയമാണ് ഈ ചെറുക്കനും പെണ്ണും തമ്മിൽ. അങ്ങനെ പ്രായപൂർത്തി ആയത് മുതൽ ശാരീരികമായിട്ട് ഇവർ ബന്ധപ്പെടാൻ തുടങ്ങി. അതിൻ്റെ ഈ തീവ്രതയോ അതിൻ്റെ ഒന്നും അവർക്ക് അറിയത്തില്ലല്ലോ. ആ കാണുന്ന സുഖത്തിൽ ഇവരെല്ലാം മറന്ന് ബന്ധപ്പെട്ടു. അവസാനം ചുരുക്കി പറഞ്ഞാൽ ഈ പെൺകുട്ടി ഗർഭിണിയായി. ഈ അനീഷ കാണിച്ച അതേ തന്ത്രമാണ് മെഴുവേലിയിലെ പെൺകുട്ടിയും കാണിച്ചത്. ഈ ഗർഭം മറയ്ക്കാൻ വേണ്ടി ലൂസുള്ള വസ്ത്രം ധരിക്കുന്നു, ഭയങ്കരമായ രീതി ശരീരത്തെ പീഡിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ നോക്കിയിട്ടൊന്നും ഒരു കുഴപ്പവും പറ്റുന്നില്ല. അങ്ങനെ 10 മാസം തികഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പ്രസവിക്കുകയാണ്. അതുവരെ സ്വന്തം അമ്മ പോലും അറിയുന്നില്ല. എന്നാലോചിച്ച്, ഒരു വീട്ടിലുള്ള സ്വന്തം അമ്മ സ്വന്തം മകളുടെ കാര്യം അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്തുമാത്രം വിരോധാഭാസം അല്ലേ. ചുരുക്കി പറഞ്ഞാൽ അമ്മയില്ലാത്ത സമയത്ത് അവൾ പ്രസവിക്കുകയാണ്, നല്ലൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുകയാണ്. പൊക്കിൾക്കൊടിയൊക്കെ നമ്മുടെ അനീഷ അറുത്ത് മുറിച്ചത് മാറ്റിയതുപോലെയൊക്കെ മുറിക്കുകയാണ്. എന്നിട്ട് വളരെ കൂളായിട്ട് പ്രസവിക്കുന്നു. കുഞ്ഞിനെ എടുത്ത് ചെയ്ത പണി എന്തറിയാമോ? അപ്പോഴും കുഞ്ഞ് കരയുകയാണ്. ആ കരഞ്ഞ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. നമ്മൾ അപ്പുറത്തെ പറമ്പിലൊക്കെ എടുത്ത് വേസ്റ്റ് വെള്ളത്തില്ലയോ, അതേ ലാഘവത്തോടെ ഈ കുഞ്ഞിനെ എടുത്ത് ചേമ്പിലിൽ പൊതിഞ്ഞിട്ട് അപ്പുറത്തെ പറമ്പിലേക്ക് ഒരൊറ്റ എറിയാണ്. എന്നിട്ട് ഒന്നും അറിയാത്ത മാട്ടിൽ ഇങ്ങനെ പെരുമാറുകയാണ്. അപ്പോഴത്തേക്ക് ഇവിടെ കൺട്രോൾ പോയത് എവിടെയെന്ന് അറിയാമോ? ഒരുപാട് ബ്ലീഡിങ് വരികയാണ്. ഇവിടെ കയ്യിൽ നിന്നില്ലത്, അതുകൊണ്ട് മാത്രമാണ് പുറത്തായത്. അങ്ങനെ നേരെ ഡോക്ടറെ അടുത്ത് ചെല്ലുന്നു. ഡോക്ടർ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ പ്രസവിച്ച ലക്ഷണം മൊത്തമുണ്ട്. ആ ലക്ഷണം ഡോക്ടർ കണ്ടാൽ അറിയാമല്ലോ, ഡോക്ടറെ പറ്റിക്കാൻ പറ്റിയില്ല. അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചു, പ്രസവിച്ചു എന്ന് ഇവിടെ ഉത്തരം പറയുകയാണ്. അങ്ങനെ പോലീസിനെ വിളിച്ച് അറിയിക്കുന്നു. മൃതദേഹം കണ്ടെത്തിയത് എവിടെ? തൊട്ടപ്പുറത്തെ പറമ്പിൽ ഇങ്ങനെ ഉറുമ്പരിച്ച നിലയിൽ ആ കുഞ്ഞിങ്ങനെ കിടക്കുകയാണ്. സഹിക്കാൻ പറ്റുമോ? സ്വന്തം അമ്മയാണ്. എന്നാലും നോക്കിയേ, സഹിക്കാൻ പോലും പറ്റാത്ത പ്രവൃത്തികളാണ് ഈ പെൺകുട്ടികൾ കാണിച്ചു കൂട്ടുന്നത്. ഈ 2 പെൺകുട്ടികൾക്കും വേണമെങ്കിൽ അവർ ആരാലും പീഡിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ ആരാലും ഗർഭിണിയായത് സ്വന്തം കാമുകന്മാരല്ലേ. അവർ വേറെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അവന്മാരെ കെട്ടാവുന്ന കേസേ ഉള്ളൂ. അല്ലെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കാം. പോലീസ് സംവിധാനമുണ്ട്, നാട്ടിൽ നിയമവും ഉണ്ടല്ലേ. ഉത്തരവാദിയായവരെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കാൻ പറ്റും. അതിനുപോലും മുതിരാതെ സ്വന്തം കുഞ്ഞുങ്ങളെ വെയിലെ പേപ്പറൊക്കെ കീറുന്ന പോലെ അപ്പുറത്തെടുത്ത് കളയുക, കുഴികുത്തി മൂടുക. എന്തോ ഒരു വിരോധാഭാസം അല്ലേ. ഭയങ്കര മണ്ടത്തരമാണ് ഈ സ്ത്രീകൾ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത്. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ വളരെ കൂളായിട്ട് നടക്കുന്നു. എന്തായാലും എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ എല്ലാം തെളിയുന്നേ. എത്രയൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇന്നലെ നാളെ ഇതൊക്കെ പൊളിയും. 1 വർഷം അല്ലെങ്കിൽ 10 മാസം ഈ ഗർഭം പിന്നെ മറയ്ക്കാൻ വേണ്ടി പെട്ട പാട് ചില്ലറ ആയിരിക്കത്തില്ല അല്ലേ. ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ തിരിഞ്ഞു കിടക്കാൻ ഒക്കത്തില്ല, അമ്മ അറിയാൻ പാടില്ല, പുറത്തിറങ്ങാൻ പറ്റത്തില്ല. എന്തുമാത്രം കഷ്ടപ്പെട്ടായിരിക്കും ഈ പെൺകുട്ടികൾ ഇങ്ങനെ ഗർഭം മറച്ച് നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരു കുഞ്ഞ് അത് ദൈവത്തിൻ്റെ ദാനമാട്ടോ. ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ഉരുളി കമത്തിയും ഉരുണ്ടും എന്തുമാത്രം നേർച്ചകളും പ്രാർത്ഥനയുമായിട്ട് കഴിയുന്ന ദമ്പതികളുണ്ടെന്ന് അറിയാമോ? ഭയങ്കര പാടാന്നേ. ചിലപ്പം ദൈവം ചിലർക്ക് കൊടുക്കത്തില്ല, അതൊരു വലിയ ശാപമായിട്ടായിരിക്കും ചിലരുടെ ജീവിതത്തിൽ വരുന്നത്. അങ്ങനെയുള്ളപ്പോഴാണ് ഒരു പ്രശ്നമില്ലാതെ കുഞ്ഞുങ്ങളെ കിട്ടുന്നത്. അതിനെ കൊല്ലുന്നതോ എന്താ പറയുന്നില്ലേ, തോർത്ത് വീഴുന്ന ലാഘവത്തോടെയാണ് കുഞ്ഞുങ്ങളെ കൊന്ന് തള്ളുന്നത്. ഒക്കെ മഹാപാവമാണെന്ന് ക്ഷമിക്കത്തില്ല, ഒരു മനുഷ്യൻ ക്ഷമിക്കത്തില്ല, മനുഷ്യനല്ല ദൈവം ക്ഷമിക്കത്തില്ല. അമ്മാതിരി പാവമൊന്നും ആരും സ്വന്തം ജീവിതത്തിൽ വരുത്തി വെക്കല്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരം അനുഭവങ്ങൾ എല്ലാ പെൺകുട്ടികൾക്കും ഒരു പാഠമാകട്ടെ എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.